ശ്രീ കെ എസ് അരുൺകുമാർ, കേന്ദ്ര സ്റ്റാറ്റിസ്റ്റിക്കൽ മന്ത്രാലയത്തിന്റെ ഏറ്റവും പുതിയ കണക്ക് പ്രകാരം 8.6% കേരളത്തിലെ തൊഴിലില്ലായ്മ നിരക്ക്. എന്ന് പറഞ്ഞാൽ അത് വലിയ രാജ്യത്തെ മറ്റ് പല സംസ്ഥാനങ്ങളും നമ്മുടെ തൊട്ടടുത്ത് കിടക്കുന്ന സംസ്ഥാനങ്ങളുമായി പോലും താരതമ്യം ചെയ്യുമ്പോൾ വളരെ ഉയർന്നതാണ്. അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. പക്ഷെ അങ്ങനെ വന്നല്ലോ. കേരളത്തിലെ ചെറുപ്പക്കാർക്ക് ഇത്രയധികം തൊഴിലില്ലായ്മ നേരിടേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ്? എത്ര സമയം സംഘടന തുടങ്ങിയിട്ട്? കുറച്ചു നേരമായി. ഞാൻ കുറച്ച് ലേറ്റ് ആയി പോയി. ഈ കേരളത്തിൽ കഴിഞ്ഞ വർഷം 34,000 പേർക്കാണ് PSC നിയമനം കിട്ടിയത്. കഴിഞ്ഞതിന് മുമ്പത്തെ വർഷം 34,110 പേർക്ക് നിയമനം കിട്ടി. ഈ രാജ്യത്ത് PSC നിയമനം കിട്ടുന്നതിന്റെ പകുതി ശതമാനം ഈ കേരളത്തിലാണ്. അതായത് ഒരു ഒഴിവ് റിപ്പോർട്ട് ചെയ്യുമ്പോൾ 8 പേരുടെ പേരാണ് റാങ്ക് ലിസ്റ്റിൽ പെടുക. 10 ഒഴിവുണ്ടോ 80 പേരെങ്കിലും കുറഞ്ഞത് റാങ്ക് ലിസ്റ്റിൽ ഉണ്ടാവും. 100 ഒഴിവുണ്ടോ റാങ്ക് ലിസ്റ്റിൽ 800 പേരുടെ പേരുണ്ടാവും. അപ്പൊ അങ്ങനെ വരുമ്പോ 40% പേർക്ക് റാങ്ക് ലിസ്റ്റിൽ നിയമനം കൊടുത്തു എന്നെല്ലാം പറയുമ്പോ എത്ര വലിയ നിയമനമാണ് ഇവിടെ നടക്കുന്നത്? അങ്ങനെ പറഞ്ഞു കൊടുക്കണം. ഈ രാജ്യത്ത് നടക്കുന്ന നിയമനം അതിന്റെ പകുതി കേരളത്തിലാണ് എന്ന് പറയുമ്പോ കണക്കുകൾ നമ്മുടെ മുന്നിൽ നിന്ന് സംസാരിക്കുകയല്ലേ? അപ്പോ ഇത്തരത്തിലുള്ള നിക്ഷേപങ്ങൾ മന്ത്രാലയത്തിന്റെ ഔദ്യോഗിക കണക്ക് പ്രകാരം 8.6% തൊഴിലില്ലായ്മ നിരക്ക്, രാജ്യത്തെ തൊഴിലില്ലായ്മ നിരക്കിൽ 5ാം സ്ഥാനം കേരളത്തിന്. അത് പിന്നെ ഓരോ കണക്കും എടുത്ത് സൂക്ഷ്മമായി പരിശോധിച്ചാൽ നമുക്കറിയാം ഇത്തരത്തിൽ ഓടെ പറയുന്ന പല കണക്കുകളും ആധികാരികമല്ല. ഇപ്പൊ കൃത്യമായി ഇതിൽ GDP-യുടെ ആ ഒരു വിവരണം വന്നപ്പോഴാണ് ഇത് വടി കൊടുത്ത് അടി വാങ്ങുന്ന പരിപാടിയാണല്ലോ ബാബു. അല്ല, ഇപ്പോ തൊഴിലില്ലായ്മയും ബന്ധപ്പെട്ടുകൊണ്ടെല്ലാം ഇവിടെ പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ നിയമനമായാലും അതുപോലെ തന്നെ ഗവൺമെന്റ് നിയമനം, ഇപ്പൊ ഞാൻ പറഞ്ഞു PSC രാജ്യത്തുള്ളതിന്റെ ആകെ 1.86% ജനങ്ങളാണ് ഈ കേരളത്തിലുള്ളത്. പക്ഷെ രാജ്യത്ത് നടക്കുന്ന നിയമനത്തിന്റെ പകുതി ഈ കേരളത്തിലാണ്. അരുൺകുമാർ തന്നെ പറഞ്ഞ മനോരമയിൽ ഇന്നത്തെ വാർത്തയിൽ പറയുന്നത് ഏപ്രിൽ 14 കാലാവധി തീരുന്ന, അതായത് ഏപ്രിൽ 14 വളരെ കുറച്ച് നാളുകൾ കൂടിയുള്ളൂ കാലാവധി തീരുന്ന സിവിൽ പോലീസ് ഓഫീസർ CPO റാങ്ക് ലിസ്റ്റിൽ നിന്ന് 30% പേർക്ക് മാത്രമാണ് ഇതുവരെ നിയമനം ലഭിച്ചിട്ടുള്ളത്. നല്ല കണക്കാണ് എന്നുള്ളതാണോ സർക്കാരിന്റെ വിലയിരുത്തൽ, CPM-ന്റെ വിലയിരുത്തൽ? ഇപ്പോ അംഗവൈകല്യമുള്ള ഫിസിക്കലി ചലഞ്ചുള്ള ആളുകൾക്ക് നിയമനം കൊടുക്കണമെന്ന് കർശനമായ നിർദ്ദേശം സുപ്രീം കോടതി, ഹൈക്കോടതി ഉണ്ട്. അപ്പൊ ഇതെല്ലാം വരുമ്പോ ഒരു ഒഴിവിലേക്ക് കുറഞ്ഞത് 8 പേരുടെ റാങ്ക് ലിസ്റ്റ് വരും. എല്ലാ സംസ്ഥാനത്തും ഈ 30%, 40% നിയമനം എന്ന് പറഞ്ഞാൽ വലിയ നിയമനം തന്നെയാണ്. ഇത്രയും നാൾ സർക്കാർ പല ഘട്ടങ്ങളിലും പറഞ്ഞത് രാജ്യത്ത് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് റാങ്കിങ്ങിന്റെ കാര്യത്തിൽ കേരളം 1ാമതാണ് എന്നുള്ളതാണ്. ഇന്ന് കേന്ദ്രമന്ത്രി തന്നെ അത് വിശദീകരിക്കുന്ന റാങ്കിംഗ് തന്നെ നിർത്തലാക്കിയിട്ട് 5 വർഷം കഴിഞ്ഞുവെന്ന്. സത്യത്തിൽ നമ്മുടെ വ്യവസായ മന്ത്രിക്ക് അബദ്ധം പറ്റിയതാണോ? ഉത്തരം പറ. ഞാൻ ന്യൂസിന്റെ കോർഡിനേറ്റർ, പ്രൊഡ്യൂസർ, അദ്ദേഹത്തിന് 2 മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഇത് മനോരമയുടെ ന്യൂസാണ്, മനോരമ ഓൺലൈൻ ന്യൂസാണ്. അത് 20/1/2000 നമ്മുടെ സോഴ്സിൽ നിന്നല്ല, താങ്കളുടെ ഫേസ്ബുക്ക് പോസ്റ്റിനെ ഉദ്ധരിച്ചുകൊണ്ടുള്ള വാർത്തയാണ്. അരുൺകുമാർ, അവിടെയാണ് ഞാൻ ചോദിച്ചത്. ഇത്രയും നാൾ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൽ കേരളം 1ാമതെത്തി, 1ാം റാങ്കിലാണ് എന്ന് പറഞ്ഞ മന്ത്രി ബോധപൂർവ്വം കേരളത്തെ തെറ്റിദ്ധരിപ്പിക്കുകയായിരുന്നു, അതോ അദ്ദേഹത്തിന് അബദ്ധം പറ്റിയതാണ്? താങ്കൾ ഈ കേന്ദ്ര ഗവൺമെന്റിന്റെ വെബ്സൈറ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കിയാൽ ഏതൊക്കെ മേഖലയിലാണ് ടോപ്പ് അച്ചീവേഴ്സ് അദ്ദേഹത്തിന്റെ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൽ കേരളം രാജ്യത്ത് 1ാമത് എന്നായിരുന്നു. അദ്ദേഹം അത് പല ഘട്ടത്തിലും ആവർത്തിക്കുകയും ചെയ്തിട്ടുണ്ട്. അതായത് ഈ രാജ്യത്തെ ഏറ്റവും ടോപ്പിൽ നിന്ന് ആന്ധ്രയെ പിന്തള്ളി നമ്മൾ വന്നു എന്നും ചന്ദ്രബാബു നായിഡു വരെ ഞങ്ങളുടെ സ്ഥാനം നിങ്ങൾ കൊണ്ടുപോയില്ലോ എന്ന് ചോദിച്ചിട്ട് ഈ കൃത്യമായി 9 ഇനം എന്ന് പറഞ്ഞാൽ ഈ ടോപ്പ് അച്ചീവേഴ്സ് എന്ന കൃത്യമായിട്ടുള്ള വിവരം നമുക്ക് വെബ്സൈറ്റ് നോക്കിയാൽ തന്നെ കിട്ടും. എന്നിട്ട് ഈ കേരളം മാറിയിരിക്കുന്നു. ആ എല്ലാ സാഹചര്യങ്ങളും അനുകൂലമായിട്ട് വന്നിരിക്കുന്നു. അതുകൊണ്ടല്ലേ അമേരിക്ക, റഷ്യ, ജർമ്മനി, ഫ്രാൻസ്, അതുപോലെ തന്നെ കൊറിയ, ജപ്പാൻ, മലേഷ്യ ഇത്തരം രാജ്യങ്ങൾ ഇങ്ങ് കേരളത്തിലേക്ക് വന്നിരിക്കുന്നത്. അത്രയും വേണം, കുറച്ച് കടുപ്പത്തിരിക്കും. വലിയ ആവേശത്തോടെ തന്നെയാണ് ഈ കേരളത്തിന്റെ ഇപ്പോഴത്തെ സാഹചര്യത്തെ ലോകം ഏറ്റെടുത്തിരിക്കുന്നത്. 22 വർഷത്തിനിടെയുള്ള സാഹചര്യങ്ങൾ പരിശോധിച്ചാൽ, ചരിത്രം പരിശോധിച്ചാൽ അത്രയ്ക്ക് ആശാവഹമായ ഒന്നും തന്നെ കേരളത്തിൽ നടന്നിട്ടില്ല. ഇവൻ ശരിയല്ല. അത് പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ എല്ലാ റിക്രൂട്ട്മെന്റിന് അതിന്റേതായിട്ടുള്ള മാനദണ്ഡമുണ്ട്. ഇപ്പോൾ കേന്ദ്ര ഗവൺമെന്റ് തന്നെ കരാർ ജോലിയാണ് പ്രോത്സാഹിപ്പിക്കുന്നത്, സ്ഥിരം നിയമനം പ്രോത്സാഹിപ്പിക്കുന്നില്ല. അത് കൃത്യമായിട്ട് കേന്ദ്ര ഗവൺമെന്റിന്റെ നയപ്രകാരമാണ് പല പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ. PSC വഴിയല്ലാതെ എത്ര ശതമാനം നിയമനം കേരളത്തിൽ പൊതുമേഖലയിൽ നടക്കുന്നു? ഞാൻ പറഞ്ഞുതരാം, വെരി സിമ്പിൾ. അത് കരാർ ജോലി മാത്രമേ പറ്റൂ, അല്ലാതെ നിയമനം പറ്റില്ല.
പൊതുമേഖലാ സ്ഥാപനം കൃത്യമായി പൊതുമേഖലാ പക്ഷേ മറ്റ് സ്ഥാപനങ്ങളിൽ സംസ്ഥാനങ്ങളിൽ അങ്ങനെയല്ല PSC വഴിയുള്ള നിയമനം എന്നുള്ളതാണ് സ്ഥിര നിയമനം വിഷ്ണു പറഞ്ഞത്. നടക്കും. അപ്പൊ മറ്റെല്ലാ PSC യുടെ നിയമനങ്ങളും കണക്ക് കരാർ മാത്രം ജോലിയാണ്. വെച്ചിട്ട് കേരളം നമ്പർ 1 അത് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ അല്ല, ഈസ് ഓഫ് ഡൂയിങ് ബിസിനസിന്റെ കാര്യം പറഞ്ഞതുപോലെ ആയി പോകും അരുൺകുമാർ. പിന്നെ നാണക്കെടുത്ത് ഞാൻ ആ കാര്യത്തിൽ വിഷ്ണുവിനോടൊന്ന് അഭിപ്രായം ചോദിച്ച ശേഷം വരാം. വിഷ്ണു PSC റാങ്ക് ഹോൾഡേഴ്സ് അസോസിയേഷനിൽ പെടുന്നതാണ്. വിഷ്ണു, കേരള PSCയുടെ ഇടപെടൽ സംബന്ധിച്ച്, തൊഴിലില്ലായ്മ നീക്കുന്നതിന് പബ്ലിക് സർവീസ് കമ്മീഷന്റെ ഇടപെടൽ സംബന്ധിച്ച് നിങ്ങളുടെ വിലയിരുത്തൽ എങ്ങനെയാണ്? ആദ്യമേ ഞാനൊരു കാര്യം പറയാം. ഈ അരുൺകുമാർ ഇവിടെ പറഞ്ഞത് വെറും പൊട്ടത്തരമാണ്. ഇദ്ദേഹം ഈ കണക്ക് കൊണ്ട് കുറെ കാലം ഒരുപാട് മാധ്യമങ്ങളിൽ വന്നിരുന്ന് ഇത്തരം കള്ളങ്ങൾ അടിച്ചു വിടുന്നുണ്ട്. അവമാനിക്കരുത്, ഞാൻ നല്ലൊരു കുടുംബത്തിൽ പറഞ്ഞവനാണ്. നീ നല്ല കുടുംബത്തിൽ പറഞ്ഞു, ഞാൻ പിന്നെ മറ്റേ കുടുംബത്തിൽ പറഞ്ഞാണല്ലോ. എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഇവര് പറയുന്നത് കേരളത്തിലാണ് രാജ്യത്ത് നടക്കുന്ന നിയമനങ്ങളിൽ ഏറ്റവും കൂടുതൽ കള്ളക്കണക്കാണ്. കാരണം കേരളത്തില് PSC വഴിയാണ് പൊതുമേഖലാ സ്ഥാപനങ്ങളിലായാലും മറ്റ് പൊതു നിയമനങ്ങളെല്ലാം PSC വഴിയാണ്. മറ്റ് സംസ്ഥാനങ്ങളിൽ അതാത് ബോർഡുകളാണ് നിയമനം നടത്തുന്നത്. ഇപ്പൊ ഞാൻ ചെറിയൊരു ഉദാഹരണം മാത്രം നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാം. കേരളത്തിൽ കഴിഞ്ഞ പോലീസ് റാങ്ക് ലിസ്റ്റിൽ നിന്ന് എത്ര പേർക്ക് നിയമനം കൊടുത്തു എന്ന് താങ്കളൊന്ന് പറയാമോ? താങ്കളോട് ഞാൻ ചോദിക്കുകയാണ്. അതിപ്പോ അങ്ങനെയൊന്നുമില്ല. പറയട നാട്ടുകാരോട്. താങ്കൾ നിയമന ശുപാർശയുടെ കണക്കല്ല പറയേണ്ടത്. എത്ര പേർ ജോലിയിൽ പ്രവേശിച്ചു എന്നാണ് താങ്കൾ പറയേണ്ടത്. താങ്കൾ ഇപ്പൊ പറഞ്ഞല്ലോ, ഒരാൾ എത്ര ലിസ്റ്റിൽ വരും? പഠിക്കുന്ന ഒരു കുട്ടി 10ഉം 12 ലിസ്റ്റുകളിലൊക്കെ വരും. അയാൾ ഒരു ജോലിക്ക് മാത്രമേ പ്രവേശിക്കുള്ളൂ. മിസ്റ്റർ, താങ്കൾ ഇങ്ങനെ വന്ന് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന കള്ളക്കണക്കാണ് പ്രചരിപ്പിക്കുന്നത്. PSC വഴി ഏറ്റവും കുറഞ്ഞ നിയമനമാണ് നടക്കുന്നത്. പിന്നെ അത് പോയിട്ട് മറ്റൊരു കാര്യം കൂടി ഞാൻ പറയാം. പിൻവാതിൽ നിയമനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള എല്ലാവിധ സംവിധാനങ്ങളും ഇവർ ചെയ്തു കൊടുക്കുകയാണ്. ഞങ്ങൾ വിവരാവകാശം വെച്ച സമയത്ത് കുസാറ്റിൽ മാത്രം 135 ഇവരുടെ ആളുകളെ പിൻവാതിൽ വഴി അവിടെ നിയമിച്ചിരിക്കുകയാണ്. ആ പിൻവാതിൽ വഴി നിയമനം നേടിയ ആളുകളെ ഇറക്കി PSC റാങ്ക് പട്ടികയിൽ ഉൾപ്പെട്ട പാവങ്ങൾക്ക് ജോലി കിട്ടാൻ വേണ്ടി 4 കേസുകൾ ഞങ്ങൾ ഇവിടുത്തെ കോടതികൾ ഫയൽ ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ പോയാൽ സംഗതി കുഴയും. കൂലിപ്പണിയെടുത്ത് പഠിക്കുകയും വേണം, ഇവർക്കെതിരെ കേസും ഫയൽ ചെയ്യണം ഞങ്ങള്. എന്നിട്ട് ഇവർ വന്നിരുന്ന ചാനലിൽ വന്നിരുന്ന പച്ച കള്ളം ഇങ്ങനെ പറയുമ്പോ ഞങ്ങൾ ഇരുന്ന് കേട്ടോണ്ടിരിക്കുകയും വേണം. വല്ലാതെ വേർക്കുന്നുണ്ടല്ലോ, ചൂടെടുക്കുന്നുണ്ടോ? രാജ്യത്ത് ഏറ്റവും കൂടുതൽ നിയമനം നടത്തുന്നത് കേരളത്തിലാണോ? എവിടെ നിന്നാണ് ഈ കണക്ക് കിട്ടിയത്? നിങ്ങൾക്ക് എവിടെ നിന്നാണ് ഈ കണക്ക് കിട്ടിയത്? എണീറ്റ് വരണ്ടേയിരുന്നു. ശ്രീ സോമൻ, അല്ല, ഇതില് അരുൺകുമാറിന്റെ വാദം അർത്ഥമില്ലാത്തതാണ് എന്ന അനുഭവസ്ഥൻ ഈ ചർച്ചയിൽ പങ്കെടുത്ത് പറയുകയാണ്. ഇവിടെ PSC നിയമനവുമായി ബന്ധപ്പെട്ട 60% നമ്മുടെ സംസ്ഥാനത്താണ് നടക്കുന്നതെന്ന് പറയുമ്പോൾ, രാജ്യത്ത് ഏതെങ്കിലും ഒരു സംസ്ഥാനത്ത് റാങ്ക് ഹോൾഡേഴ്സിൽപ്പെട്ടവർ സെക്രട്ടേറിയറ്റിന്റെ മുമ്പിൽ മുട്ടിലെഴയുന്ന സമര രീതി രാജ്യത്ത് എവിടെയെങ്കിലും വേറെ കണ്ടോ ശ്രീ അരുൺകുമാറെ? ബിരുദവും ബിരുദാനന്തര ബിരുദവും കഴിഞ്ഞ ചെറുപ്പക്കാർ തങ്ങൾ വളർത്തുന്ന മുടി മുറിച്ചു പ്രതിഷേധിച്ചത് കേരളത്തിന്റെ വേറെ ഏതെങ്കിലും സംസ്ഥാനത്ത് കണ്ടോ ശ്രീ അരുൺകുമാറെ? എന്താ ഉറക്കം വരുന്നു. ഇവിടെ കൂടുതൽ നിയമനം നടത്തുന്നു എന്ന് പറയുകയാണ്. ഇതേ വാദം തന്നെയാണ് ആശാ വർക്കർമാരുടെ സമരത്തോട് CPM സ്വീകരിച്ച സമീപനം. രാജ്യത്ത് ഏറ്റവും കൂടുതൽ 7000 രൂപ കൊടുക്കുന്നത് കേരളത്തിലാണ് ആശാ വർക്കർമാർക്ക് എന്ന് പറയുകയാണ്. ഇനി ഇവിടെ നിന്ന് അഴിവണ്ടാവാ, നമുക്ക് അങ്ങോട്ട് മാറിയിക്കാം. തൽക്കാലം ഇത്രയും മതി. വരട്ടെ.